ഗൈസ്, നമുക്കറിയാം നമ്മുടെ എല്ലാം ഫോണുകളിലേക്കൊക്കെ അനാവശ്യമായ ഒരുപാട് മെസ്സേജുകളും ആവശ്യമില്ലാത്ത കുറേ ലിങ്കുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ അതിലൊക്കെ കയറി ക്ലിക്ക് ചെയ്ത് പണി മേടിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ചൊരു പൊതുവായിട്ടുള്ള അറിവില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ലിങ്കുകളും മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഒരു ആകാംക്ഷയുടെ പുറത്ത് നമ്മളത് ഓപ്പൺ ആക്കി അതിൽ കാണുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കത്തില്ല ചിലപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള എന്താ പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ഉള്ള കാശ് അടിച്ചു മാറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു ഉദാഹരണം പറയണത്, ഇന്നലെ എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു ഫോണുമായിട്ട് വന്നു. മോനെ ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്തോ ഒരു മെസ്സേജ്. അപ്പോൾ ആ മെസ്സേജിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. അത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു കൊടുത്തു. ചേട്ടൻ അതിലൊക്കെ കയറി ക്ലിക്ക് ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ മുന്നോട്ടേക്ക് ഒത്തിരി പോയില്ല. പക്ഷേ ഞാൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തു, ചേട്ടാ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അല്ലെ ബാങ്കിൻ്റേതായോ നമുക്കറിയാവുന്ന, അതായത് ബാങ്കിൻ്റെയൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകളാണെങ്കിൽ മാത്രം നമ്മളത് ഓപ്പൺ ആക്കിയാൽ മതി. അല്ലാതെ വരുന്ന ഒരു മെസ്സേജുകളും ഓപ്പൺ ആക്കരുത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി, അതായത് നമ്മുടെ ഈ സംവിധാനം ട്രൈ നമുക്ക് ഈ പറയുന്ന ഈ നമ്മുടെ ഈ കോളുകളും കാര്യങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അവർ ഈ പറയുന്നത് പോലെ ഒക്ടോബർ 1 മുതൽ അനാവശ്യമായിട്ട് വരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ ലിങ്കുകളോ ഒക്കെ തടയാനുള്ള സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവർ ഇനി മുതൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രായിയുടെ ഒരു ഇതനുസരിച്ച് വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ലിങ്കുകളോ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അവർ അംഗീകരിക്കത്തുള്ളൂ. വൈറ്റ് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂറായിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ബാങ്കുകളോ അംഗീകൃതമായിട്ടുള്ളത് ഇതുപോലെ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പുതിയ കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ അയക്കാൻ വേണ്ടിയിട്ട് ട്രായ്ക്ക് ഇത് കൊടുക്കുകയും അങ്ങനെ അത് വൈറ്റ് ലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ട്രായ് അത് ശരിക്കും നോക്കി അനലൈസ് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാക്കിയിട്ട് അതിന് ശേഷമാണ് ആ മെസ്സേജുകൾ ഇനി നമ്മുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ വരുന്ന അനോണിമസ് ആയിട്ടുള്ള അൺവാണ്ടഡ് മെസ്സേജുകളൊന്നും ഇനി നമ്മുടെ ഫോണിലേക്ക് എത്തത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന തട്ടിപ്പുകളുടെ ഒരു ലോകം ആയതുകൊണ്ട് അത് ഏത് രീതിയിൽ എത്രമാത്രം ഫലപ്രദമാകുമെന്ന് അറിയത്തില്ല. കാരണം ഒരു തട്ടിപ്പിനെ നമ്മൾ മായ്ച്ചു കളയുമ്പോൾ അതിൻ്റെ മുകളിൽ വേറെ തട്ടിപ്പ് വരുന്ന ഒരു സംവിധാനങ്ങളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് അറിയത്തില്ല. പക്ഷേ അവരെടുത്ത ഇപ്പോഴത്തെ ഒരു തീരുമാനം വളരെ നല്ലതാണ്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഫോണുകളിലേക്കൊക്കെ ആവശ്യമില്ലാതെ ഒരുപാട് മെസ്സേജുകളും ലിങ്കുകളും ഒക്കെ വരുന്നുണ്ട്. അറിയാൻ മേലെ അതിലെങ്ങാനും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോയി നമ്മുടെ അക്കൗണ്ട് ഹാക്കാകുമോ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കയ്യിലുള്ള കാശൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് പോകുന്ന സെറ്റപ്പിലേക്കൊക്കെ വരും. അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ വായിച്ച് അറിഞ്ഞതിനെക്കുറിച്ച് പിന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഒരു മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും ആരും ഓപ്പൺ ചെയ്യാതിരിക്കുക. കാരണം വെറുതെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ കാശ് പോവുകയോ അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവുകയോ ചെയ്യുന്നൊരു ഇതിലേക്ക് പോകണ്ട. നമ്മളെല്ലാം അധ്വാനിച്ചുണ്ടാക്കുന്നത് നമ്മളെ അന്നന്ന് വേണ്ടുന്ന ആഹാരം നമുക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നാളത്തേന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ആ കയ്യിരിക്കുന്ന കാശ് പോകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ടച്ച് മതി, അറിയാതെ നമ്മൾ ടച്ച് ചെയ്യുന്ന ഓരോ ലിങ്ക് ഒക്കെ മതി നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മുഴുവൻ പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകളോ ലിങ്കുകളോ കണ്ടു കഴിഞ്ഞാൽ ആരും ഓപ്പൺ ആക്കാതിരിക്കുക. അതിന് സപ്പോർട്ടീവായിട്ടാണ് ട്രായ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകളും ലിങ്കുകളും ഇനി മുതൽ ഫോണിൽ വരാതിരിക്കാനായിട്ടുള്ള സംവിധാനം അവർ ഏർപ്പാടാക്കുകയാണ്. നമുക്ക് നോക്കാം അത് എത്രമാത്രം ഫലപ്രദമാകുന്നു.